നീ ഇവിടെ അടുത്തെങ്ങാനും വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടോ? കുറെ പ്രാവശ്യമായല്ലോ വരികയും പോവുകയും ചെയ്യുന്നു. വാടക കൊടുക്കാതെ തന്നെ താമസിക്കാനൊരിടം ചിലപ്പോ നിനക്ക് കിട്ടും. ഓ, വാടക കൊടുക്കാതെ താമസിക്കാനൊരിടം. ഇത്രയും വളഞ്ഞു ചുറ്റി കഷ്ടപ്പെടുന്ന എന്തിനാ? പിടിച്ച് ജയിലിലിടുമെന്ന് പറഞ്ഞാ പോരെ? ആ, പിടിച്ച് ജയിലിലിടും പോരെ? അങ്ങനെയാണെങ്കിൽ അടുത്ത സെല്ലിൽ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തും കാണും. അകത്തു പോകുന്നെങ്കിൽ അങ്ങേരെയും കൊണ്ടേ ഞാൻ പോകും. തനുജ, അന്ന് ഞാൻ വന്നത് വല്ലാത്ത ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെ ആയിരുന്നു. പക്ഷെ പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നെ. ഈ മത്സരത്തിൽ തനുജ തോറ്റ് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വാശിയല്ല, എനിക്കിപ്പോ നിന്നോട് സഹതാപമാ കൂടുതല്. കാരണം നീ ഒരു തെറ്റിദ്ധാരണയുടെ നടുവില. അല്ല, കോളേജിൽ ലിറ്ററേച്ചർ ആയിരുന്നോ? അല്ല, മൊത്തത്തിലൊരു സാഹിത്യ ഭാഷ. സന്തോഷം വരുമ്പോ ഞാൻ കുറച്ച് സാഹിത്യമൊക്കെ പറയും തനുജ. പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞതൊക്കെ ശരിയായി വരുന്ന എന്റെ സന്തോഷം. തനുജ അച്ഛനെ കുറിച്ച് മാത്രമാ പറയുന്നേ. എന്താ അമ്മയെ കുറിച്ച് പറയാത്തെ? അമ്മയെ വേണ്ടേ? അന്ന് വന്നപ്പോ തനുജ അച്ഛനെ കുറിച്ചൊന്ന് പറഞ്ഞു. പക്ഷേ അമ്മ ആരാ? അത് പറ. ലോകത്തുള്ള സകല മനുഷ്യരും അമ്മയുമായിട്ടാ കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. തനുജ അമ്മയെക്കുറിച്ച് അന്വേഷിക്കുന്നത് പോലുമില്ല. ആരുടെ ഗർഭപാത്രത്തിലാ ജനിച്ചതെന്നും വളർന്നതെന്നും നിനക്കറിയണ്ട. നിനക്കറിയേണ്ടത് ഒന്നേ ഒന്ന് മാത്രം: ആരുടെ കയ്യിലാ പണമെന്ന്. നിന്നെ പണമുള്ള ഒരാളിനെ അച്ഛനായി അങ്ങ് സങ്കല്പിക്കുന്നു. പിന്നെ അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള കരുനീക്കങ്ങളും. മതി മതി, സ്ഥലം വിട. എന്താ ഉത്തരം മുട്ടുമ്പോ ആകെ ഒരു വെപ്രാളം വരുന്നല്ലേ? ഒന്നുകൂടി ചോദിക്കട്ടെ. ഒരു ഘട്ടത്തിൽ നീ വ്യക്തമായ തെളിവുകളോട് അറിയാണ് നീ ധരിച്ചു വെച്ചിരിക്കുന്ന സിദ്ധാർത്ഥനല്ല നിന്റെ അച്ഛനെന്ന്. എന്തായിരിക്കും അപ്പൊ നിന്റെ പ്രതികരണം? നിർത്തടി. നീ എന്താ പറഞ്ഞേ? നീ എന്തിനാ എന്റെ വീട്ടിൽ വന്നത്? ചോദിച്ചത് കേട്ടില്ലേ? എടി പറയാൻ, നീ എന്തിനാ വന്നേന്ന്? നിന്റെ ഭരണവും പ്രസംഗവും ഒക്കെ അങ്ങ് ചന്ദ്രോത്ത് മതി. നിനക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അല്ലാതെ നിന്റെ ഭരണമൊന്നും ഇവിടെ വേണ്ട. എന്താ മോളെ, എന്താ പ്രശ്നം? എന്താ മോളെ, മോളെ എപ്പോ വന്നു? ഇവളെ പറഞ്ഞയച്ചോ, ഇല്ലെങ്കിൽ ഞാൻ ഇവളെ കൊല്ലും. തനൂജ എന്നെയല്ല, തനൂജയെ തന്നെയാ കൊല്ലുന്നെ. തനൂജയുടെ മനസ്സിനെയും ചിന്തയും സ്നേഹത്തെയും അങ്ങനെ എല്ലാ വികാരങ്ങളെയും ആ കൊന്നുകൊണ്ടിരിക്കുന്നെ. ഞാൻ പറഞ്ഞു, നിന്റെ സാഹിത്യമൊന്നും വേണ്ട. ഇവള് ചോദിക്കുക, ഇനിയൊരു സമയത്ത് സിദ്ധാർത്ഥനല്ല എന്റെ അച്ഛനെന്ന് അറിഞ്ഞ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന്. അതറിയണോടി നിനക്ക്? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.